എല്ലാവർക്കും നമസ്കാരം. പുരുഷന്മാരിലെ വൃഷണവീക്കവും വേദനയും എന്തുകൊണ്ടുണ്ടാകുന്നു, എന്തൊക്കെയാണ് നമ്മളപ്പോൾ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത് എന്നതിനെ പറ്റി നോക്കാം. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്. പുരുഷന്മാരിൽ ഇത്തരത്തിൽ വൃഷണത്തിനുണ്ടാവുന്ന വേദനയും വീക്കൊക്കെ ആളുകൾ ലജ്ജ കാരണം പലപ്പോഴും ഇത് പുറത്ത് പറയില്ല. ചില കണ്ടീഷൻസിൽ ഇത് പ്രത്യേകം പെട്ടെന്ന് തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നിങ്ങൾ അത് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. പലപ്പോഴും ഈ സെക്ഷൽ ഓർഗൻസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ആളുകൾ ലജ്ജിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ പോവാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളിതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. കാരണം ഇത് നമ്മുടെ മറ്റ് അവയവങ്ങൾ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സെക്ഷൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്ത് അസുഖങ്ങൾ ഭേദമാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യാം. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള വൃഷണം വീക്കം ഉണ്ടാവുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആ ഭാഗങ്ങളിലുള്ള ഇൻഫ്ലമേഷൻസ് ആയിരിക്കും. ഒന്നുകിൽ നമുക്കറിയാം മംസൊക്കെ വന്നിട്ടുള്ള ആളുകളിൽ നമ്മുടെ ഓർക്കൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്. നമ്മുടെ വൃഷണ സഞ്ചിയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുക, അതുമൂലം ഇത്തരത്തിൽ പെയിൻ വരാം, വേദന വരാം, എന്നിവയൊക്കെ ഉണ്ടാവാറുണ്ട്. ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന ചില അസുഖങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചില വൈറസ് അസുഖങ്ങൾ പോലെ മംസ് പോലെയുള്ള വൈറസ് അസുഖങ്ങൾ, മൂത്രാശയത്തിനുണ്ടാകുന്ന അണുബാധ തുടങ്ങിയവ മൂലമൊക്കെ നമ്മുടെ വൃഷണ ഭാഗത്തിനുണ്ടാകുന്ന വീക്കും നീർക്കെട്ടൊക്കെ ഉണ്ടാവാറുണ്ട്, പെയിനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എന്താണ് എന്ന് കൃത്യമായിട്ട് നോക്കേണ്ടത് ആവശ്യമാണ്. ഇത്തരത്തിൽ ഇൻഫെക്ഷൻ മൂലമാണെങ്കിൽ സാധാരണ കാണുന്ന ലക്ഷണങ്ങളാണ് വേദന ഉണ്ടാവും ആ ഭാഗങ്ങൾ, അതുപോലെ തന്നെ ചൂടുണ്ടാവും, ചുവപ്പ് നിറം ഉണ്ടാവും, അതുപോലെ പനി തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ കാണിക്കും. ഇൻഫെക്ഷൻ മൂലമാണ് ഇത്തരത്തിൽ വേദനയും വീക്കൊക്കെ ഉണ്ടാവുന്നത് എങ്കിൽ. മറ്റൊരു കണ്ടീഷനാണ് ടെസ്റ്റിക്കുലർ ടോർഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് നമ്മുടെ വൃഷണസഞ്ചിയിലേക്കുള്ള രക്തക്കുഴലുകൾ പെട്ടെന്ന് ടോർഷൻ വരുന്ന ഒരവസ്ഥ. അത് പെട്ടെന്ന് നമ്മളൊരു 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഈ വൃഷണത്തിന് ഉണ്ടാവുന്ന ഈ ടോർഷൻ മൂലം ഉണ്ടാവുകയാണെങ്കിൽ ഛർദി ഉണ്ടാവും, അതുപോലെ തന്നെ വളരെ കഠിനമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടാവും. നമ്മളൊരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മളിത് ട്രീറ്റ് ചെയ്തിട്ടില്ല വൃഷണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ വൃഷണത്തിന് നല്ല പെയിൻ ഉണ്ടാവുക, വീക്ക് ഉണ്ടാവുക, ഛർദിയോട് കൂടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെഡിക്കൽ എയ്ഡ് നേടേണ്ടതാണ്. വൃഷണത്തിന് വീക്കം വരുന്ന മറ്റൊരു കണ്ടീഷനാണ് വെരിക്കോസിൽ എന്ന് പറയുന്നത്. നമ്മൾ ദീർഘനേരം നിൽക്കുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ ആ ടെസ്റ്റിസിൻ്റെ ഭാഗത്ത്, വൃഷണത്തിൻ്റെ ഭാഗത്ത് ഒരു ഡൾ പെയിൻ ഫീൽ ചെയ്യാം. ഇത്തരത്തിൽ നമ്മുടെ ആ വെയിൻസ് ആ ഭാഗത്ത് കുത്തി കൂടുന്ന ഒരു അവസ്ഥയാണ് വെരിക്കോസിൽ എന്നുള്ള കണ്ടീഷൻസ്. അപ്പം അതും നമുക്ക് മെഡിസിനാൽ വഴി ട്രീറ്റ്മെൻറ്റിൽ കൂടെ നമുക്കത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വെരിക്കോസിൽ മൂലമൊക്കെ പലപ്പോഴും അത് നമ്മുടെ കൗണ്ട് കുറയുക എന്നുള്ള അവസ്ഥയിലൊക്കെ എത്താറുണ്ട്. അപ്പോൾ അതും നിങ്ങൾ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടതാണ്. മറ്റൊരു കണ്ടീഷനാണ് ഇൻഗോയിനൽ ഹെർണിയ എന്ന് പറയുന്നത്. നമ്മുടെ കുടൽ ഒന്നുകിൽ ആ ടെസ്റ്റിസിൻ്റെ ആ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥ, കുടലിറക്കം എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന ഒരു കണ്ടീഷൻസ്. ഇത്തരത്തിലുണ്ടാവുമ്പോഴും വീക്കും പെയിനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് നമ്മുടെ ഹൈഡ്രോസീൽ എന്ന് പറയുന്നത്. നമ്മുടെ ആ വൃഷണ സഞ്ചിക്കകത്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ. പലപ്പോഴും ഇത് ട്രീറ്റ് ചെയ്യാൻ ആളുകൾ മടിക്കും, കാരണം ഇത് പുറത്ത് പറയില്ല. എൻ്റെ അടുത്ത് വന്നിരുന്ന ഒരു പേഷ്യൻ്റ്, അതായത് ഒരു വല്യുപ്പ പറയണ്ടായി, അയാളുടെ മക്കളൊക്കെ ഗൾഫിൽ. അപ്പോൾ എന്താ വെച്ചാൽ മരുമക്കൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്വെല്ലിങ്സ് ഉണ്ടായിട്ട് അയാൾ ഒരുപാട് ദിവസമായിട്ട് ഈ ഒരു സ്വെല്ലിങ്സുമായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക, പുറത്ത് പറയാൻ മടിച്ചിട്ടാണ് ഇങ്ങനെ ആരടുത്തും പറയാൻ വയ്യാത്ത ഒരു കണ്ടീഷൻ ആയതിനാൽ തന്നെ അയാൾക്ക് അവസാനം ഇരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായതിനാലാണ് അയാൾ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളിത് എക്സാമിൻ ചെയ്തപ്പോഴാണ് ഇത് ഹൈഡ്രോസീൽ എന്നുള്ള കണ്ടീഷനാണെന്നും അയാൾ ഒരുപാട് ദിവസമായിട്ട് ഇതിൻ്റെ പെയിൻ അനുഭവിക്കുകയും ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നടക്കുകയെന്നും. പലപ്പോഴും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ലജ്ജ കാരണം പറയാതിരിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ആ ബുദ്ധിമുട്ടായിട്ടുള്ള ആ ഒരു വല്യപ്പയുടെ ഇതെന്ന് നമുക്ക് മനസ്സിലായത്, ഇത് ഈ ഒരു അസുഖം നമുക്ക് പുറത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്യാതെ ആയിക്കഴിഞ്ഞാൽ അത് വളരെ കോംപ്ലിക്കേഷനിലേക്കൊക്കെ പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇത് ഇത്തരത്തിലുള്ള ഒരു വീക്കങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ഇന്ന അസുഖമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു ലക്ഷണം എന്താ വെച്ചാൽ സാധാരണ വൃഷണം നന്നായിട്ട് വീങ്ങിയിരിക്കുക, പക്ഷെ വേദന കുറവായിരിക്കും, പക്ഷെ വീക്കം നല്ല രീതിയിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിൽ ഈ ഹൈഡ്രോസീൽ ഉണ്ടാവാനുള്ളൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഒന്നുകിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കളിക്കുകയൊക്കെ ചെയ്യും
ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പരിക്കുകൾ, വൃഷണത്തിനുണ്ടാവുന്ന പരിക്കുകൾ, അതുപോലെ തന്നെ പലപ്പോഴും കുട്ടികൾ ബോയ്സിൽ കാണാറുണ്ട്, ഫുട്ബോളൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മുടെ ആ മർമ്മസ്ഥാനത്ത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ വൃഷണത്തിന് വീക്കം വരാറുണ്ട്. അപ്പോൾ അതൊരു ഹൈഡ്രോസീലായിട്ടൊക്കെ മാറാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന പരിക്ക് മൂലം ഇത്തരത്തിൽ വൃഷണസഞ്ചിയിൽ വീക്കം വന്നിട്ട് ഇത്തരത്തിൽ ഹൈഡ്രോസീൽ എന്നുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു റീസൺ ആയിട്ട് പറയാറുള്ളത് പരിക്കുകളാണ്. പരിക്ക്, അതുപോലെ തന്നെ അപകടങ്ങൾ, അതുപോലെ നമ്മുടെ സർജറി, ആഫ്റ്റർ സർജറി കഴിഞ്ഞാലൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒന്ന് വെരിക്കോസീലായി മൂലം ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഹെർണിയ പോലെയൊക്കെ ഇത്തരത്തിൽ ഹൈഡ്രോസീൽ ഉണ്ടാവാറുണ്ട്. ഇനി പ്രായം കൂടിയിട്ടുള്ള വ്യക്തികളിലാണെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ള ആളുകളിലൊക്കെ ആണെങ്കിൽ ഇത്തരത്തിൽ കാണുന്നതെങ്കിൽ അവരിൽ ലിംഫാറ്റിക് ഡ്രെയിനേജ് കുറയുക. അതുമൂലം തന്നെ എന്താ വെച്ചാൽ നമ്മുടെ വൃഷണസഞ്ചിയിൽ ലിംഫാറ്റിക് ഡ്രെയിനേജും കുറഞ്ഞതിന് മൂലം ഹൈഡ്രോസീൽ എന്നുള്ള കണ്ടീഷൻസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ മൈക്രോഫൈലേറിയ എന്നുള്ള ഒരു ഇൻഫെക്ഷൻ മൂലവും ഇത്തരത്തിൽ ഹൈഡ്രോസീൽ കോമൺ ആയിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ മൈക്രോഫൈലേറിയയൊക്കെ നമ്മുടെ രാത്രിയിലുള്ള ബ്ലഡ് ടെസ്റ്റിലാണ് കോമൺലി കണ്ടെത്താൻ സാധ്യമാവാറുള്ളൂ. പലപ്പോഴും ഈ വീക്കൊക്കെ കാണുമ്പോൾ നമ്മളത് കോസ്റ്റൽ ഏരിയയിലുള്ള ആളുകൾ, അതായത് നമ്മുടെ കടലോര മേഖലകളിലൊക്കെ ആളുകളിൽ ഇത് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ മൈക്രോഫൈലേറിയ മറ്റൊരു ഇൻഫെക്ഷനാണ്. ഇത് ഹൈഡ്രോസീലൊക്കെ ഉണ്ടാവാനുള്ള ഒരു റീസണാണ്. ഇത്തരത്തിൽ പെയിനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഐസ് പാക്ക് വെക്കാവുന്നതാണ്. 10 മുതൽ ഒരു 15 മിനിറ്റ് വരെ നമ്മൾ ഇതിനകത്ത് സ്ക്രോട്ടത്തിനകത്ത് ഐസ് പാക്ക് വെക്കുക. അത് പക്ഷേ നമ്മൾ ഡയറക്റ്റ്ലി വെക്കരുത്. നമ്മൾ ഒന്നെങ്കിൽ ഒരു ക്ലോത്തിനകത്തൊക്കെ പൊതിഞ്ഞിട്ട് ഐസ് പാക്ക് വെക്കുക. ഒരു 2 മുതൽ 3 തവണയൊക്കെ ഡെയിലി വെക്കാവുന്നതാണ് പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ അണ്ടർവെയർസ് ധരിക്കുമ്പോൾ ലൂസായിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ധരിക്കാൻ പറ്റുന്ന കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുക. എപ്പോഴും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള അണ്ടർവെയർസ് ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പണ്ട് നമ്മുടെ ആളുകളൊക്കെ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ, കോട്ടൺ അടിവസ്ത്രങ്ങളൊക്കെ ഇതിന് വളരെയധികം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടെസ്റ്റിസിന് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തേക്കായിട്ടാണ് നമ്മുടെ ദൈവം അത് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനെപ്പോഴും ഒരു മിതമായിട്ടുള്ള ചൂട് മാത്രമേ പാടുള്ളൂ എന്നതിനാലാണ് നമ്മുടെ ശരീരത്തിന് വെളിയിലായിട്ടാണ് അതിൻ്റെ നമ്മുടെ വൃഷണത്തിനെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കാൻ, ലൂസായിട്ടുള്ള കംഫർട്ടബിൾ ഫിറ്റിങ്സ് ഉള്ള അടിവസ്ത്രങ്ങൾ ധരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദീർഘനേരം നിൽക്കുന്ന ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിൽ ഒരു ഇൻ്റർവെല്ലൊക്കെ എടുത്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം അവ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. മറ്റൊന്ന് നമ്മൾ ഉപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ ഉപ്പ് കഴിക്കുന്നത് മൂലം തന്നെ ഇത്തരത്തിലുള്ള നീരുകളൊക്കെ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഉപ്പ് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ ശരീരത്തിന് മതിയായിട്ടുള്ള വെള്ളം കുടിക്കുക. അത് തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റുകൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഭക്ഷണങ്ങളായിട്ടുള്ള മഞ്ഞൾ, അതുപോലെ തന്നെ ഇഞ്ചി പോലെയുള്ളവ, വെളുത്തുള്ളി പോലെയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഇതിൻ്റെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാൻ, അതായത് പഴുപ്പ് കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. ഇനി ഇത്തരത്തിലുള്ള ഈ ഹൈഡ്രോസീൽ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് മടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത്തരത്തിൽ വൃഷണത്തിന് എന്തെങ്കിലും വീക്കോ അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം, കോഴിക്കോട്, നടക്കാവ്.